മക്കളെ, കർണാടക CET-യുടെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് കേരളത്തിൽ നമ്മൾ കീം രജിസ്റ്റർ ചെയ്യുന്നത് പോലെ കർണാടകത്തിലേതാണ് CET. ഇപ്പൊ കേരളത്തിലെ കുട്ടികൾ കീം രജിസ്റ്റർ ചെയ്യുമ്പോൾ അറിയാം, ഈ കേരളത്തിലെ നേറ്റീവ് ആയിരിക്കുന്ന കുട്ടികൾക്കാണ് അത് അപ്ലൈ ചെയ്യാൻ പറ്റുക. ബേസിക്കലി നമുക്കറിയാം, നമ്മൾ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ 10th സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്ത് നമ്മുടെ നേറ്റിവിറ്റി പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ കർണാടകത്തിൽ നേറ്റിവിറ്റി പ്രൂവ് ചെയ്യുന്നവർക്ക് മാത്രമാണ് അവിടുത്തെ ഗവൺമെന്റ് സീറ്റ് കിട്ടുക. പിന്നെ എന്തിനാണ് നമ്മൾ കർണാടക CET-യുടെ വീഡിയോ ചെയ്തതെന്ന് ചോദിച്ചാൽ, കർണാടകത്തിലെ പ്രൈവറ്റ് കോളേജുകളിലും അതേപോലെ BSc നേഴ്സിംഗിന് പ്രൈവറ്റ് കോളേജുകളിലും ഒക്കെ ആയിട്ട് കേരളത്തിലെ കുട്ടികൾക്കും അപേക്ഷിക്കാം. പിന്നെ ചില കുട്ടികൾക്ക് കർണാടക നേറ്റിവിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ശ്രദ്ധിക്കുക. കർണാടക UG CET 2026 ഇതിന്റെ രജിസ്ട്രേഷൻ ആണ്. അപ്പോൾ ഫോർ കർണാടക കാൻഡിഡേറ്റ്, കർണാടക നേറ്റീവ് ആയിരിക്കുന്ന കുട്ടികൾക്ക് അവിടുത്തെ ഗവൺമെന്റ് കോളേജിലും പ്രൈവറ്റ് കോളേജിലും ഒക്കെ അപേക്ഷിക്കാം. ഈ കർണാടക നേറ്റിവിറ്റിയുടെ ഒരു പ്രത്യേകത, കർണാടകത്തിൽ ജനിച്ച് അവിടെ 7 വർഷമെങ്കിലും പഠിച്ച കുട്ടികളായിരിക്കണം. ആ 7 വർഷം പഠിക്കുക എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് അല്ലെങ്കിൽ 12ാം ക്ലാസ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അതല്ലെങ്കിൽ പിന്നെ വേറെയും ക്ലോസുകളുണ്ട്. പേരൻസ് കർണാടകത്തിൽ ജനിച്ച് അവിടെ വളർന്ന് അവിടെ പഠിച്ചവരായിരിക്കണം. അങ്ങനെ കുറെ ക്ലോസുകളുണ്ട്. അപ്പൊ അത് A1 B1 അങ്ങനെ കുറെ ക്ലോസുകളുണ്ട്. ഇതല്ലാതെ ചിലപ്പോൾ നമുക്ക് അപ്ലിക്കബിൾ ആയിരിക്കുന്ന ഒരു കാറ്റഗറി ഏതാണെന്ന് വെച്ചാൽ, ഇപ്പോൾ കാസർഗോഡ് താലൂക്ക് അല്ലെങ്കിൽ മഞ്ചേശ്വരം താലൂക്ക്, ഹോസ്ദുർഗ് താലൂക്കിലൊക്കെ പെട്ട കുട്ടികൾ +2 അവിടെ പഠിച്ച സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് കന്നഡ പഠിച്ച കുട്ടികൾക്ക് ഒരു കന്നഡ ടെസ്റ്റ്, അതായത് ഒരു 4ാം ക്ലാസ് ലെവലിലുള്ള ഒരു കന്നഡ ടെസ്റ്റ് എഴുതി അവിടുത്തെ ഗവൺമെന്റ് സീറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്കും ഇത് ബാധകമാണ്. അവര് ക്ലോസ് D അഥവാ കാറ്റഗറി D ആണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് കർണാടകത്തിലെ ഗവൺമെന്റ് സീറ്റ് കിട്ടും. ഇനി അങ്ങനെ അല്ലാത്ത, കർണാടക നേറ്റിവിറ്റി ഇല്ലാത്ത, ഈ പറഞ്ഞ താലൂക്കുകളിൽ വരാത്ത സാധാരണ കേരളീയരായിരിക്കുന്ന, കേരളത്തിൽ തന്നെ പഠിച്ചു വളർന്ന കുട്ടികൾക്ക് അവിടുത്തെ പ്രൈവറ്റ് സീറ്റിന് മാത്രമാണ് അപേക്ഷിക്കാൻ പറ്റുക. അപ്പൊ കർണാടകത്തിലെ MBBS കിട്ടില്ല അല്ലെങ്കിൽ BDS കിട്ടില്ല എന്ന് ചോദിച്ചാൽ, അത് നിങ്ങൾക്ക് കിട്ടും MCC വഴി. അത് കർണാടക CET-യുമായിട്ട് ഒരു ബന്ധവുമില്ല. നിങ്ങൾ നീറ്റിന്റെ റിസൾട്ട് വന്നതിന് ശേഷം MCC രജിസ്റ്റർ ചെയ്തിട്ട് അവിടുത്തെ ഗവൺമെന്റ് സീറ്റിൽ അപ്ലൈ ചെയ്യാം. അപ്പൊ അത് ഇതിൽ ബാധകമല്ല. ഇനി അങ്ങനെ അല്ലാതെ നിങ്ങൾക്ക് അവിടുത്തെ സെൽഫ് ഫിനാൻസിങ്, നിങ്ങളുടെ ഒരു ഓപ്ഷൻ 2 ആയിട്ടോ അല്ലെങ്കിൽ ഓപ്ഷൻ 3 ആയിട്ടോ ഓപ്ഷൻ 4 ആയിട്ടോ ഒക്കെ നിങ്ങളുടെ പ്ലാനിൽ എവിടെയെങ്കിലും സെൽഫ് ഫിനാൻസിങ്ങിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾ ഉപയോഗിക്കേണ്ട ക്ലോസ് Y ആണ്. അങ്ങനെ കുറെ ക്ലോസുകളുണ്ട്. ഇതിൽ നോൺ കർണാടക കാൻഡിഡേറ്റ്, ഈ പറഞ്ഞ കാറ്റഗറിയിൽ ഒന്നും വരാത്ത മലയാളികളായ കുട്ടികൾക്ക് ക്ലോസ് Y ഉപയോഗിച്ച് അവിടെ രജിസ്റ്റർ ചെയ്യാം. അപ്പൊ അവിടെ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതാണ്, MBBS BDS പോലുള്ളതിന്റെ ഓൾ ഇന്ത്യ മെറിറ്റ് സീറ്റ്, അതേപോലെ ക്വാളിഫൈഡ് സീറ്റ് എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് കോട്ട, NRI കോട്ട, ഇതൊക്കെയാണ് അവിടെ ബാധകം. അതേപോലെ സെന്റ് ജോൺസ്, ഈ സെന്റ് ജോൺസിൽ ഏകദേശം 8.5 ലക്ഷം രൂപയാണ് ഒരു വർഷത്തെ ഫീ. റോമൻ കാത്തലിക് കാൻഡിഡേറ്റിനായിട്ട് റിസർവ് ചെയ്തിരിക്കുന്ന 55ഓളം സീറ്റ് ഉണ്ട്. അവിടെ തന്നെ ഈ ഓൾ ഇന്ത്യ മെറിറ്റ് ബാക്കി കുട്ടികൾക്കും അപേക്ഷിക്കാവുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള സീറ്റുകൾ അവിടെ അവൈലബിൾ ആണ്. അതിൽ ഈ ഓൾ ഇന്ത്യ മെറിറ്റിലാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ ഏകദേശം ഒരു വർഷത്തേക്ക് 12 ലക്ഷമാണ് മിനിമം ഫീസ്. 12 ലക്ഷം തുടങ്ങി അങ്ങോട്ടാണ് ഫീസ് വരിക. നേരെ തിരിച്ച് ഈ മാനേജ്മെന്റ് കോട്ടയിലോ NRIയിലോ നിങ്ങൾ അപ്ലൈ ചെയ്താൽ 20 ലക്ഷത്തിൽ തുടങ്ങിയിട്ടാണ് ഫീസ്. അപ്പൊ ഈ ഓൾ ഇന്ത്യ മെറിറ്റിൽ 8.5 ലക്ഷം കൊടുത്തോ, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ മെറിറ്റിൽ 12 ലക്ഷം കൊടുത്തോ, അല്ലെങ്കിൽ മാനേജ്മെന്റ് കോട്ടയിലോ NRIയിലോ 20 ലക്ഷം കൊടുത്തോ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത് രജിസ്റ്റർ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കർണാടകത്തിലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ BSc നേഴ്സിംഗ് പഠിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് CET അപ്ലൈ ചെയ്യാം. അതിൽ MBBS-നോ BDS-നോ ആണ് നിങ്ങൾ പ്രൈവറ്റിൽ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എക്സാം എഴുതണ്ട. പക്ഷെ നിങ്ങൾ BSc നേഴ്സിംഗിനാണ് അപേക്ഷിക്കുന്നതെങ്കിൽ CET-യുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എക്സാം എഴുതണം. അതേപോലെ നിങ്ങൾ സെന്റ് ജോൺസിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലും CET അപ്ലൈ ചെയ്യണം. അപ്പൊ ഈ പറഞ്ഞ കാറ്റഗറിക്ക് മാത്രം, അതായത് കർണാടകത്തിലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ MBBS-ഓ BDS-ഓ BSc നേഴ്സിംഗോ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ മാത്രം ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ കർണാടക നേറ്റീവ് ആയിരിക്കണം. ഓക്കെ. ഇനി അങ്ങനെ ഈ പറഞ്ഞ കാറ്റഗറിയിൽ വരുമെങ്കിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് cetonline.karnataka.gov.in എന്നുള്ള സൈറ്റിലാണ്. രജിസ്ട്രേഷൻ ജനുവരി 17 തുടങ്ങിയിട്ട് ഫെബ്രുവരി 16 വരെയാണ് രജിസ്ട്രേഷൻ ഉള്ള സമയം ഉണ്ടാവുക. എക്സാം ഉണ്ടാവും. ഏപ്രിൽ 22-ാം തീയതി ഒരു കന്നഡ ടെസ്റ്റ് ഉണ്ട്. ഏതാ? ഈ കാറ്റഗറി Dക്ക് ഇവിടെ ഒരു കന്നഡ ടെസ്റ്റ് ഉണ്ട്. എന്നാൽ ഈ BSc നേഴ്സിംഗ് കൊടുക്കുന്ന കുട്ടികളുണ്ടല്ലോ, ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അവർക്കുള്ള ടെസ്റ്റ് ഏപ്രിൽ 23, 24 തീയതികളിലാണ്. 23-ാം തീയതി ഫിസിക്സ് കെമിസ്ട്രിയും 24-ാം തീയതി ബയോളജിയും. അത് BSc നേഴ്സിംഗ് അപ്ലൈ ചെയ്തവർക്കുള്ളതാണ്. ഇതിന്റെയൊക്കെ എക്സാം സെന്ററുകൾ കർണാടകത്തിലായിരിക്കും.
4-5 സെന്ററുകളിലായിട്ടാണ് അവർ ഇത് നടത്തുക. കേരളത്തിൽ സെന്ററുകൾ ഉണ്ടാവില്ല, അതും ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിൽ നിങ്ങൾ കർണാടക നേറ്റീവ് ആവുകയോ അല്ലെങ്കിൽ ഇവിടുത്തെ സെൽഫ് ഫിനാൻസ് നോക്കുകയോ ചെയ്യുന്നെങ്കിൽ മാത്രം നിങ്ങൾ ഇത് അപ്ലൈ ചെയ്താൽ മതി. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് അവിടുത്തെ ഗവൺമെന്റ് സീറ്റ് കിട്ടാൻ വേറെ വഴിയുണ്ട്, NCC വഴിയാണ്. അത് ഈ വഴിയല്ല. ഇവിടുത്തെ പ്രൈവറ്റ് കോളേജുകൾ നോക്കുന്നുണ്ടെങ്കിൽ മാത്രം, നിങ്ങളൊരു സെക്കൻഡ് ഓപ്ഷനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ മാത്രം ഇത് നോക്കിയാൽ മതി. അപ്പൊ ഞാൻ കർണാടക CET-യുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യാനുള്ള കാരണം അതാണ്. കുറെ കുട്ടികൾ BSc നഴ്സിംഗിനായിട്ടും അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ്ങിന് MBBS-ഓടെ പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ചെയ്തതാണ്. ഇനി ഇതിന്റെ അപ്ഡേറ്റ് വരുന്നവർക്ക് ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഇതിന്റെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.